വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഹാവ് യു ബീൻ ദയർ? എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? നീ അവിടെ പോയിട്ടുണ്ടോ? ദയർ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ മറ്റേത് സ്ഥലം കൊടുത്താലും ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നർത്ഥം കിട്ടും. ഉദാഹരണത്തിന്, നീ ദുബായിലേക്ക് പോയിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? ഹാവ് യു ബീൻ ടു ദുബായ്? ഹാവ് യു ബീൻ ടു ദുബായ്? നീ ദുബായിലേക്ക് പോയിട്ടുണ്ടോ? ഇതുപോലെ ഒരാളോട് നീ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ഈ രീതിയിലാണ്. ഇനി ഈ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ഞാൻ അവിടെ പോയിട്ടുണ്ട് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ദയർ. ഐ ഹാവ് ബീൻ ദയർ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇനി ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട് എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ടു കാശ്മീർ. ഐ ഹാവ് ബീൻ ടു കാശ്മീർ. ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ പോയിട്ടില്ല എങ്ങനെ പറയാം? ഐ ഹാവിൻറ്റ് ബീൻ ദയർ. ഞാൻ അവിടെ പോയിട്ടില്ല. ഐ ഹാവിൻറ്റ് ബീൻ ദയർ. ഇനി ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല എങ്ങനെ പറയാം? ഐ ഹാവിൻറ്റ് ബീൻ ടു അമേരിക്ക. ഐ ഹാവിൻറ്റ് ബീൻ ടു അമേരിക്ക. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. ഇനി ഇവിടെ യു എന്ന സബ്ജക്റ്റിന് പകരം നമുക്ക് ഹി എന്നാക്കി നോക്കിയാലോ? അവൻ ചൈനയിൽ പോയിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? ഹാസ് ഹി ബീൻ ടു ചൈന? ഹാസ് ഹി ബീൻ ടു ചൈന? അവൻ ചൈനയിൽ പോയിട്ടുണ്ടോ? ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അവൻ ചൈനയിൽ പോയിട്ടുണ്ട് എങ്ങനെ പറയാം? ഹി ഹാസ് ബീൻ ടു ചൈന. ഹി ഹാസ് ബീൻ ടു ചൈന. അവൻ ചൈനയിൽ പോയിട്ടുണ്ട്. ഇനി അവൻ ചൈനയിൽ പോയിട്ടില്ല എങ്ങനെ പറയാം? ഹി ഹാസിൻറ്റ് ബീൻ ടു ചൈന. ഹി ഹാസിൻറ്റ് ബീൻ ടു ചൈന. അവൻ ചൈനയിൽ പോയിട്ടില്ല. ഈ സെൻറ്റൻസുകളെല്ലാം നമ്മുടെ സംസാരത്തിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. ഇവ നന്നായി പഠിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.